കൃഷി അറിവുകൾ കിരീടം കുട്ടനാട് FM 90.0 കർഷകന്റെ റേഡിയോ. FACT കാർഷിക. ഈ പരിപാടിയുടെ സഹകരണം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കल्स ट्रावनकोर लिमिटेड, उद्योगमंडल एर्नाकुलम. लेकिन मैं किसान भाई बहनों को भी कहूंगा कि आपको भी मेरी मदद करनी होगी, और वो मेरी मदद है इतना ही नहीं, मेरे किसान भाई बहन आपकी भी मदद है, और वो है ये धरती माता को बचाना. हम धरती माता को अगर नहीं बचाएंगे तो यूरिया की कितने ही थैले डाल दे, ये धरती मां हमें कुछ नहीं देगी. और इसलिए जैसे शरीर में बीमारी हो जाए तो दवाई भी हिसाब से लेनी पड़ती है. 2 गोली की जरूरत है, 4 गोली खा लें तो शरीर को फायदा नहीं, नुकसान हो जाता है. वैसा ही ये धरती मां को भी अगर हम जरूरत से ज्यादा, पड़ोस वाला ज्यादा बोरी डालता है इसलिए मैं भी बोरी डाल दूं, इस प्रकार से अगर करते रहेंगे तो ये धरती मां हमसे रूठ जाएगी. यूरिया खिला खिला करके हमें धरती माता को मारने का कोई हक नहीं है. ये हमारी मां है, हमें उस मां को भी बचाना है. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, രാസവളങ്ങളുടെ പ്രധാനമായും യൂറിയയുടെ അഭാവത്തെക്കുറിച്ച് ദിനംപ്രതി വാർത്താ മാധ്യമങ്ങളിലും മറ്റും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ശരിക്കും ഈ ഒരളവിൽ യൂറിയയുടെ ആപ്ലിക്കേഷൻ നമ്മുടെ മണ്ണുകൾക്ക് വേണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. യൂറിയയുടെ അമിത ഉപയോഗം വിളകൾക്കും മണ്ണിനും പരിസ്ഥിതിക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും ദോഷകരമാണ്. ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയ മറ്റ് നിർണായക പോഷകങ്ങളെ സന്തുലിതമാക്കാതെ നൈട്രജനു വേണ്ടി യൂറിയയെ അമിതമായി ആശ്രയിക്കുന്നതാണ് അമിത പ്രയോഗത്തിന് പലപ്പോഴും കാരണം. ഇത് ചെടികൾക്ക് കേടുപാടുകൾ വരുത്താനും വിളവ് കുറയ്ക്കാനും വെള്ളവും വായുവും മലിനമാക്കാനും ഇടയാക്കും. മറ്റു രാസവളങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ യൂറിയയുടെ വില പലപ്പോഴും കുറവാണ്. ഒരു ബാഗിന് 266 രൂപ എന്നത് പലപ്പോഴും കുറവാണ് എന്ന ഒറ്റൊരു ഘടകം വെച്ച് മാത്രമാണ് നമ്മൾ പലപ്പോഴും യൂറിയയെ ഇത്രയധികം ഉപയോഗിക്കുന്നത്. യൂറിയ എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ഫെർട്ടിലൈസറാണ്. അതായത് നൈട്രജൻ എന്ന് പറയുന്ന ഒരു മൂലകം മാത്രമാണ് ഇത് സസ്യത്തിന് പ്രദാനം ചെയ്യുന്നത്. ഈ നൈട്രജൻ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂറിയയെ മാത്രം ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമില്ല. അനവധി സോഴ്സുകളിൽ നിന്ന് നമുക്ക് ഈ നൈട്രജൻ ലഭ്യമാവുന്നതാണ്. മറ്റു രാസവളങ്ങളായ NPK അടങ്ങിയിരിക്കുന്ന കോംപ്ലക്സ് വളങ്ങൾ, ഓർഗാനിക് വളങ്ങൾ, നാനോ വളങ്ങൾ, ബയോ ഫെർട്ടിലൈസേഴ്സ് ഇവയിലെല്ലാം തന്നെ ചെടിക്ക് ആവശ്യമായ രീതിയിൽ നൈട്രജന്റെ അളവ് അടങ്ങിയിട്ടുണ്ട്. അമിതമായ യൂറിയ വളപ്രയോഗം മൂലം സസ്യങ്ങളെ ബാധിക്കുന്ന ദോഷങ്ങൾ. അമിതമായ യൂറിയയിലെ ഉയർന്ന ഉപ്പിന്റെ അളവ് മണ്ണിന്റെ ഓസ്മോട്ടിക് മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ഇത് വെള്ളത്തിന്റെ ഒഴുക്കിനെ വിപരീത ദിശയിലാക്കുകയും ചെടിയുടെ വേരുകൾക്ക് നിർജ്ജലീകരണം സംഭവിക്കുകയും ചെയ്യുന്നു. സസ്യങ്ങളുടെ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും നശിക്കാനും സാധ്യതയാണ്. ഉയർന്ന അളവിലുള്ള യൂറിയ പ്രത്യേകിച്ച് വിത്തുകൾക്കോ വേരുകൾക്കോ സമീപം വെക്കുമ്പോൾ വിഷാംശമുള്ളതും ചെടിയെ നശിപ്പിക്കുന്നതുമാവാം. യൂറിയ മണ്ണിൽ ശരിയായ രീതിയിൽ ചേർത്തില്ലെങ്കിൽ അത് വിഷാംശമുള്ള അമോണിയവാതകമായി മാറും. ഇത് തൈകൾക്കും ഇളം ചെടികൾക്കും ദോഷകരമാണ്. അമിതമായ നൈട്രജൻ ഇലകളുടെ സമൃദ്ധമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ ഇത് ദുർബലമായ തണ്ടുകൾ, പൂവിടാൻ കാലതാമസം, നിലവാരം കുറഞ്ഞ വിളവ് എന്നിവയ്ക്ക് കാരണമാകും. അമിതമായ യൂറിയ ഉപയോഗം വിളകളെ കീടങ്ങൾക്കും രോഗങ്ങൾക്കും കൂടുതൽ ഇരയാക്കുന്നു. അതുപോലെ തന്നെ അമിതമായ യൂറിയ ഉപയോഗം മൂലം മണ്ണിനെ ബാധിക്കുന്ന ദോഷങ്ങൾ. യൂറിയയുടെ വിഘടനം ഹൈഡ്രജൻ അയോണുകളെ പുറത്തുവിടും. ഇത് കാലക്രമേണ മണ്ണിന്റെ pH കുറയ്ക്കുന്നു. ഈ വർദ്ധിച്ച അമ്ലത്വം മറ്റ് അവശ്യ പോഷകങ്ങളുടെ ലഭ്യത കുറയ്ക്കുകയും മണ്ണിരകളെ പോലെയുള്ള ഗുണകരമായ സൂക്ഷ്മാണുക്കൾക്ക് ഹാനികരമാവുകയും ചെയ്യുന്നു. യൂറിയയുടെ അമിത ഉപയോഗം നൈട്രജൻ മാത്രമേ നൽകുന്നുള്ളൂ. ഇത് ഫോസ്ഫറസ്, പൊട്ടാഷ്യം, മറ്റ് സൂക്ഷ്മ പോഷകങ്ങൾ എന്നിവയുടെ കുറവിന് കാരണമാകുന്നു. മണ്ണിന്റെ ഈ അസന്തുലിതമായ ഘടന ചെടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ തകരാറിലാക്കുന്നു. യൂറിയയുടെ അമിത പ്രയോഗം മണ്ണിന്റെ ജൈവവസ്തുക്കളുടെ വിഘടനം വേഗത്തിലാക്കുന്നു. ഇത് മണ്ണിന്റെ കാർബൺ അളവ് കുറക്കുന്നു. മണ്ണിന്റെ ഘടന, വായുസഞ്ചാരം, ജലം നിലനിർത്താനുള്ള ശേഷി എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നു. ചില സൂക്ഷ്മജീവികൾക്ക് വളരാൻ യൂറിയ സഹായിക്കുമെങ്കിലും അമിതമായ യൂറിയ മറ്റുള്ളവയെ അടിച്ചമർത്തുന്നു. ഇത് പോഷകങ്ങളെ ചംക്രമണം ചെയ്യാനും രോഗങ്ങളെ ചെറുക്കാനുമുള്ള മണ്ണിന്റെ സ്വാഭാവിക ശേഷിയെ ദോഷകരമായി ബാധിക്കുന്നു.
വരണ്ട പ്രദേശങ്ങളിലോ നീർവാർച്ച കുറഞ്ഞ മണ്ണിലോ യൂറിയയുടെ ആവർത്തിച്ചുള്ള ഉപയോഗം ഉപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകും. ഇത് വെള്ളം വലിച്ചെടുക്കാനുള്ള ചെടികളുടെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നു. പരിസ്ഥിതിയെ ബാധിക്കുന്ന ദോഷങ്ങൾ: നൈട്രസ് ഓക്സൈഡ്, അമോണിയ എന്നിവയുടെ ഉത്പാദനത്തിന് യൂറിയ കാരണമാകുന്നു. ഇത് ഹരിതഗൃഹ വാതകങ്ങളുടെ ഉറവിടമാണ്. നൈട്രസ് ഓക്സൈഡ് ഒരു ശക്തമായ ഹരിതഗൃഹ വാതകമാണ്. ഇത് ഓസോൺ പാളിയുടെ കുറവിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാകുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. മണ്ണിന്റെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി വളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണമായ ഉപയോഗം ഇന്ത്യ ഗവൺമെന്റ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നു. 2014 മുതൽ മണ്ണിന്റെ ആരോഗ്യവും ഫലപുഷ്ടിയും സംബന്ധിച്ച പദ്ധതി സംസ്ഥാനങ്ങളെ സംയോജിത പോഷക മാനേജ്മെന്റ് അഥവാ ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ് നടപ്പാക്കുന്നതിൽ സഹായിക്കുന്നു. ദ്വിതീയ സൂക്ഷ്മ പോഷകങ്ങൾ, ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ എന്നിവയ്ക്കൊപ്പം രാസവളങ്ങളുടെ യുക്തിസഹമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ പോഷക നിലവാരത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും മണ്ണിന്റെ ഫലപുഷ്ടത മെച്ചപ്പെടുത്തുന്നതിന് ഉചിതമായ പോഷക അളവുകളെക്കുറിച്ചുള്ള ശുപാർശകളും സോയിൽ ഹെൽത്ത് കാർഡ് പരിപാടി കർഷകർക്ക് നൽകുന്നു. ഈ പദ്ധതി പ്രകാരം 25 കോടിയിലധികം സോയിൽ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലുടനീളം 93,781 കർഷക പരിശീലനങ്ങൾ, 6.8 ലക്ഷം പ്രദർശനങ്ങൾ, 7,425 കർഷക മേളകൾ, മണ്ണിന്റെ ആരോഗ്യ കാർഡ് ശുപാർശകൾ പ്രോത്സാഹിപ്പിക്കുന്ന ക്യാമ്പയിനുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പോഷക പരിപാലനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1985 വളപ്രയോഗ നിയന്ത്രണ ഉത്തരവ് പ്രകാരം ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ, എണ്ണ ശുദ്ധീകരിച്ച കേക്ക്, ജൈവ കാർബൺ എൻഹാൻസറുകൾ, നാനോ വളങ്ങൾ തുടങ്ങിയ ഇതര വളങ്ങൾ സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. പരമ്പരാഗത കൃഷി വികാസ് യോജന പോലുള്ള പദ്ധതികളിലൂടെയാണ് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നത്. 3 വർഷത്തേക്ക് 1 ഹെക്ടറിന് 31,500 രൂപ സാമ്പത്തിക സഹായം നൽകുന്നു. വടക്കുകിഴക്കൻ മേഖലയ്ക്കുള്ള മിഷൻ ഓർഗാനിക് മൂല്യ ശൃംഖല വികസനം 3 വർഷത്തേക്ക് 1 ഹെക്ടറിന് 46,500 രൂപ, ജൈവ ഉൽപാദനത്തിന് 15,000 രൂപ നേരിട്ടുള്ള ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, നമുക്കിന്ന് പ്രകൃതി കൃഷി അഥവാ നാച്ചുറൽ ഫാമിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാം. കേരളത്തിന്റെ കാർഷിക പൈതൃകം പ്രകൃതിയുമായി അടുത്ത ബന്ധമുള്ളതാണ്. നമ്മുടെ വീട്ടുവളപ്പുകൾ, നെൽപ്പാടങ്ങൾ, തോട്ടങ്ങൾ എന്നിവയെല്ലാം പരമ്പരാഗതമായി പ്രകൃതിദത്ത കൃഷിരീതികളെ ആശ്രയിച്ചാണ് വളർന്നു വന്നത്. എന്നാൽ 1960കളിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായുള്ള തീവ്ര കൃഷിരീതികൾ രാസവളങ്ങളെയും കീടനാശിനികളെയും ആശ്രയിച്ച് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിച്ചെങ്കിലും മണ്ണിന്റെ ശോഷണം, ജലഭൂമി മലിനീകരണം, ജൈവവൈവിധ്യ നഷ്ടം, ഹരിതഗൃഹ വാതക ഉദ്ഗമനം തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമായി. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾ, ഉയർന്ന താപനില, മഴയുടെ അനിശ്ചിതത്വം, തീവ്ര കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കേരളത്തിന്റെ കൃഷിയെ കൂടുതൽ ദുർബലമാക്കി. കോവിഡ് മഹാമാരിക്ക് ശേഷം ജനങ്ങൾ ആരോഗ്യകരവും സുരക്ഷിതവുമായ ഭക്ഷണത്തിനായി പ്രകൃതിദത്ത കൃഷിരീതികളിലേക്ക് തിരിഞ്ഞു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പ്രകൃതി കൃഷി അഥവാ നാച്ചുറൽ ഫാമിംഗ് കേരളത്തിന്റെ കാർഷിക ഭാവിയിലെ പ്രതീക്ഷയായി ഉയർന്നു വരുന്നത്. പ്രകൃതി കൃഷി കുറഞ്ഞ നിക്ഷേപവും ഉയർന്ന കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുമുള്ള പരിസ്ഥിതി സൗഹൃദ രീതിയാണ്. രാസവളങ്ങൾ, കീടനാശിനികൾ, കളനാശിനികൾ തുടങ്ങിയ കൃത്രിമ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി പ്രാദേശിക വിഭവങ്ങൾ മാത്രം ഉപയോഗിച്ച് മണ്ണിന്റെ സ്വാഭാവിക ജൈവ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ജൈവ ഉത്തേജകങ്ങൾ, വിളവൈവിധ്യവൽക്കരണം, പുതയിടൽ, ജൈവവസ്തുക്കളുടെ പുനഃചക്രമണം എന്നിവയിലൂടെ ഇത് സുരക്ഷിതവും പോഷകഗുണമുള്ളതുമായ ഭക്ഷ്യോൽപാദനങ്ങൾ നൽകുന്നതിനോടൊപ്പം പരിസ്ഥിതിയുമായി സമന്വയിച്ച് പ്രവർത്തിക്കുന്നു. നിക്ഷേപ ചെലവ് കുറയ്ക്കുകയും വിളവിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഈ രീതി ലോകമെമ്പാടും പുനരുജ്ജീവന കൃഷിയുടെ മുൻനിരയിലാണ്. ജൈവ കൃഷിയും പ്രകൃതി കൃഷിയും തമ്മിൽ സാമ്യങ്ങളും വ്യത്യാസങ്ങളുമുണ്ട്. രണ്ടും രാസവസ്തുക്കൾ ഒഴിവാക്കി മണ്ണിന്റെ ജൈവിക ആരോഗ്യത്തിനും ജൈവ വൈവിധ്യത്തിനും ഊന്നൽ നൽകുന്നു. ജൈവ കൃഷി അംഗീകൃത ജൈവ ഉത്പാദനോപാധികൾ അനുവദിക്കുകയും സർട്ടിഫിക്കേഷനിലൂടെ പ്രീമിയം വിപണി അവസരങ്ങൾ നൽകുകയും ചെയ്യുന്നു. എന്നാൽ പ്രകൃതി കൃഷി പുറത്തുനിന്നുള്ള ഉത്പാദനോപാധികൾ പൂർണ്ണമായി ഒഴിവാക്കി തദ്ദേശീയ വിഭവങ്ങളായ പശുവിന്റെ ചാണകം, മൂത്രം, ശർക്കര, പയറുപൊടി മുതലായവ മാത്രം ഉപയോഗിക്കുന്നു. അതിനാൽ തന്നെ ഈ കൃഷിരീതിയെ സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്നും വിളിക്കുന്നു. ജൈവ കൃഷിയും പ്രകൃതി കൃഷിയും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക ഭദ്രതയും ദീർഘകാല ലാഭവും ലഭിക്കും. ജൈവ കൃഷിയുടെ വിപണി അവസരങ്ങളും പ്രകൃതി കൃഷിയുടെ കുറഞ്ഞ ചെലവും സംയോജിപ്പിച്ചാൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളായ മണ്ണൊലിപ്പ്, ജലക്ഷാമം
തുടങ്ങിയ വെല്ലുവിളികളെ നേരിടുന്നതിനോടൊപ്പം കൃഷിയെ സുദൃഢവും സുസ്ഥിരമാക്കാനും കഴിയും. 2010 മുതൽ കേരളം ജൈവകൃഷി നയം നടപ്പാക്കുന്നു. 2023 ആരംഭിച്ച ജൈവ കാർഷിക മിഷൻ ഇതിന്റെ പ്രധാന ഭാഗമാണ്. പരിസ്ഥിതി സംരക്ഷണം, കാലാവസ്ഥാ പ്രതിരോധം, സുരക്ഷിത ഭക്ഷണം, ജനങ്ങളിൽ അവബോധം എന്നിവയാണ് മിഷന്റെ ലക്ഷ്യങ്ങൾ. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യകൃഷി തുടങ്ങിയ മേഖലകളെ ഏകോപിപ്പിച്ച് കൃഷിക്കൂട്ടങ്ങൾ, JLGകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ പങ്കാളിത്തത്തോടെ ജൈവകൃഷി വ്യാപിപ്പിക്കുന്നു. ഇപ്പോൾ ഈ മിഷന്റെ ഉപമിഷനായി കേരള മോഡൽ ഉത്തരവാദിത്ത പ്രകൃതി കൃഷി സബ്മിഷൻ രൂപീകരിച്ചിരിക്കുന്നു. ഇത് കേരളത്തിന്റെ തനതായ കാർഷിക പരിസ്ഥിതി സാഹചര്യങ്ങൾ കണക്കിലെടുത്തുള്ള പ്രകൃതി കൃഷി രീതി ആയിരിക്കും. കേരളത്തിൽ പ്രകൃതി കൃഷി അത്യന്തം പ്രസക്തമാണ്. നമ്മുടെ മണ്ണിൽ ജൈവ കാർബൺ കുറവാണ്, അമ്ലഗുണം കൂടുതലും. ഉയർന്ന മഴ പോഷകങ്ങൾ ഒഴുകിപ്പോവാൻ കാരണമാകുന്നു. തീവ്ര കൃഷി മണ്ണൊലിപ്പിനും ഊക്ഷരതയ്ക്കും ഇടയാക്കി. പ്രകൃതി കൃഷിയിലൂടെ വർഷം മുഴുവൻ മണ്ണ് പച്ചപ്പോടെ മൂടി ഈർപ്പം നിലനിർത്താം, ജൈവാംശം വർദ്ധിപ്പിക്കാം. വിളവൈവിധ്യം കീടരോഗ നിയന്ത്രണത്തിനും പോഷക ചംക്രമണത്തിനും സഹായിക്കും. കുറഞ്ഞ ഉഴവ് മണ്ണിന്റെ ഘടന സംരക്ഷിക്കും. തദ്ദേശീയ വിത്തുകൾ പ്രാദേശിക കാലാവസ്ഥയോട് പൊരുത്തപ്പെട്ടവയാണ്. സംയോജിത കൃഷിയിലൂടെ കന്നുകാലി, കോഴി, മത്സ്യകൃഷി എന്നിവ ഉൾപ്പെടുത്തി വരുമാനം വൈവിധ്യവൽക്കരിക്കാം. ജീവാമൃതം, ബീജാമൃതം തുടങ്ങിയ ജൈവ ഉത്തേജകങ്ങൾ മണ്ണിന്റെ ജൈവ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. രാസവസ്തുക്കളും ജനിതകമാറ്റം വരുത്തുന്ന ഇനങ്ങളും ഒഴിവാക്കി പ്രകൃതി സന്തുലനം നിലനിർത്താം. ഈ തത്വങ്ങൾ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും ജൈവ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. കേരള മോഡൽ നടപ്പാക്കാൻ ആന്ധ്രാപ്രദേശിലെ ഋതുസാധാരിക സമസ്തയുമായി സഹകരണം ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതിന്റെ കമ്മ്യൂണിറ്റി നേതൃത്വ മോഡൽ കേരളത്തിന് അനുയോജ്യമായി നടപ്പിലാക്കും. കേരള കാർഷിക സർവകലാശാലയും കാർഷിക വിജ്ഞാന കേന്ദ്രങ്ങളും ഗവേഷണത്തിനും പരിശീലനത്തിനും നേതൃത്വം നൽകും. പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾക്കായി മൂല്യ ശൃംഖലകൾ വികസിപ്പിക്കുകയും പങ്കാളിത്ത ഗ്യാരണ്ടി സിസ്റ്റംസ് സർട്ടിഫിക്കേഷനും ബ്രാൻഡിംഗും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. കമ്മ്യൂണിറ്റി തലത്തിൽ ജൈവ ഇൻപുട്ട് യൂണിറ്റുകൾ സ്ഥാപിച്ച് കർഷകർക്ക് സ്വയം പര്യാപ്തത നൽകും. 2025 മുതൽ 2031 വരെയുള്ള റോഡ് മാപ്പ് പ്രകൃതി കൃഷിയെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റും. സംസ്ഥാനം, ജില്ലാ, ബ്ലോക്ക്, പ്രാദേശിക സ്വയംഭരണ സ്ഥാപന തലങ്ങളിൽ മിഷനുകൾ രൂപീകരിച്ചു കഴിഞ്ഞു. മണ്ണിന്റെ ആരോഗ്യം, ജൈവ വൈവിധ്യം, കർഷക ഉപജീവനം എന്നിവ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തും. ആദ്യകാല വെല്ലുവിളികൾക്ക് പ്രോത്സാഹനങ്ങളും വിപുലീകരണ പിന്തുണയും നൽകും. പ്രിയ സുഹൃത്തുക്കളെ, പ്രകൃതി കൃഷി നമ്മുടെ പരമ്പരാഗത ജ്ഞാനവും ആധുനിക ശാസ്ത്രവും സംയോജിപ്പിക്കുന്നു. നദി കടക്കേണ്ടത് തന്നെ കല്ലുകൾ തൊട്ടറിഞ്ഞ് ഒട്ടും തുടക്കം കൂട്ടാതെ ഉറച്ച ചുവടുകളോടെ നമുക്ക് കടക്കാം. നമ്മുടെ മണ്ണിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വിഷരഹിതമായ ഒരു ഭാവിക്ക് വേണ്ടി. പ്രകൃതി കൃഷി അനുവർത്തിക്കുമ്പോൾ സാധാരണയായി കണ്ടുവരുന്ന സംശയങ്ങളും അവർക്കുള്ള മറുപടിയും എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, പ്രകൃതി കൃഷിയിൽ ഉൽപാദനം കുറയുമോ? ആരംഭഘട്ടത്തിൽ ഉൽപാദനത്തിൽ ചെറിയ കുറവ് കാണപ്പെടുമെങ്കിലും നാച്ചുറൽ ഫാമിംഗ് തത്വങ്ങൾ കൃഷിയിടത്തിൽ പൂർണ്ണമായും പ്രവർത്തികമാക്കിയ ശേഷം നേരത്തെ ലഭിച്ചതിലും മികച്ച ഉൽപാദനം സ്ഥിരമായി ലഭിക്കുന്നതാണ്. മണ്ണിൽ എല്ലാ സസ്യപോഷകങ്ങളും ധാരാളമായി ഉണ്ട്. പക്ഷെ ആ പോഷകങ്ങൾ ഏറിയ പങ്കും സസ്യങ്ങൾക്ക് ലഭ്യമാകാത്ത അവസ്ഥയിലാണുള്ളത്. അവയെ ലഭ്യമാക്കുന്നത് മണ്ണിലെ ഫംഗസുകൾ, ബാക്ടീരിയകൾ ഉൾപ്പെടെയുള്ള സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം മൂലമാണ്. സൂക്ഷ്മാണുക്കൾ വളരാനുള്ള സാഹചര്യം കൃഷിയിടത്തിൽ സൃഷ്ടിക്കുകയും അത് സദാ പരിപാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ വളപ്രയോഗം കൂടാതെ തന്നെ നല്ല വിളവ് തുടർച്ചയായി ലഭിക്കും. ഇനി ഏതൊക്കെ ജീവാണു വളർച്ചാ ഘടകങ്ങൾ പ്രകൃതി കൃഷിയിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം. ജീവാമൃതം, ബീജാമൃതം, ഘനജീവാമൃതം തുടങ്ങിയ സീറോ ബജറ്റ് നാച്ചുറൽ ഫാമിംഗ് ഉപാധികൾ, വൃക്ഷായുർവേദത്തിലെ വളക്കൂട്ടുകൾ, അതായത് കൃഷിയിടത്തിൽ ലഭ്യമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കൊണ്ടുണ്ടാക്കുന്ന വളക്കൂട്ടുകൾ, പഞ്ചഗവ്യം, ദശഗവ്യം, എഗ് അമിനോ ആസിഡ്, ഫിഷ് അമിനോ ആസിഡ്, EM സൊല്യൂഷൻ മാതൃകയിലുള്ള പുളിപ്പിച്ച ജൈവ അവശിഷ്ടങ്ങൾ എന്നിവയാണ് പലതരം ജീവാണു വളർച്ചാ ത്വരകങ്ങൾ പ്രകൃതി കൃഷിയിൽ ഉപയോഗിക്കുന്നത്. മറ്റൊരു സംശയം, പ്രകൃതി കൃഷി അനുവർത്തിക്കുന്ന കൃഷിയിടങ്ങളിൽ വിളാവശിഷ്ടങ്ങൾ കത്തിച്ച് ചാരം മണ്ണിൽ ചേർക്കാമോ എന്നുള്ളതാണ്. ഇതിനുത്തരം പാടില്ല എന്ന് തന്നെയാണ്. കൃഷിയിടത്തിൽ ജൈവാവശിഷ്ടങ്ങൾ കത്തിക്കരുത്. കത്തിക്കുമ്പോൾ മണ്ണ് ചൂടാവുകയും സൂക്ഷ്മാണുക്കൾ നശിച്ചു പോവുകയും ചെയ്യുന്നു. ചാരത്തിലുള്ള പോഷകങ്ങൾക്ക് പുറമെ കത്തിക്കുമ്പോൾ നശിച്ചു പോകുന്ന ധാരാളം സസ്യപോഷകങ്ങൾ ജൈവാവശിഷ്ടങ്ങളിൽ ഉണ്ട്. വെറുതെ മണ്ണിൽ പുതയിടുമ്പോൾ ജൈവാവശിഷ്ടങ്ങളെ സൂക്ഷ്മാണുക്കൾ വിഘടിപ്പിച്ച് മണ്ണിനെ സമ്പുഷ്ടമാക്കുകയാണ് ചെയ്യുന്നത്. തീരെ മണ്ണിളക്കാതെ എങ്ങനെ ജൈവ കൃഷി ചെയ്യുമെന്നുള്ളത് പല കർഷകരുടെയും സംശയമാണ്. സാധാരണ കൃഷി ചെയ്യുമ്പോൾ ചെടിയുടെ വേര് എത്തുന്ന അത്രയും ആഴത്തിൽ മണ്ണ് ഉഴുതുമറിച്ച് ജൈവവളം ചേർക്കാറുണ്ട്. എന്നാൽ പ്രകൃതി കൃഷിയിൽ വിത്തിന്റെ അത്രയും ആഴത്തിലെ മണ്ണിളക്കേണ്ടതുള്ളൂ എന്നതാണ് പൊതു മാനദണ്ഡം. അതും വിത്ത് വീഴാത്ത സ്ഥലങ്ങളിൽ വേണ്ടതാണ്. വിത്ത് മുളച്ചു കഴിഞ്ഞ് വേര് സൂക്ഷ്മാണു സമ്പുഷ്ടമായ മണ്ണിൽ കൂടുതൽ ആഴത്തിലും പരപ്പിലും സഞ്ചരിക്കുന്നതിനായി പഠനങ്ങൾ തെളിയിക്കുന്നു. അതുവഴി വിളകൾക്ക് കൂടിയ കരുത്തും വരൾച്ചാ പ്രതിരോധവും കണ്ടുവരുന്നു.
പ്രകൃതി കൃഷിയിലുള്ള മറ്റൊരു സംശയമാണ് ഏത് കൃഷിയിടവും പ്രകൃതി കൃഷിയിടമാക്കി മാറ്റാൻ സാധിക്കുമോ എന്നുള്ളത്. അതിന് എത്ര കാലയളവ് വേണ്ടിവരും, ചുരുങ്ങിയ കാലയളവിൽ മാറ്റം കൊണ്ടുവരാൻ എന്തു ചെയ്യണം, നമുക്ക് നോക്കാം. ഏത് കൃഷിയിടവും പ്രകൃതി കൃഷിയിടമാക്കി മാറ്റാൻ 100% സാധിക്കും. പ്രകൃതി കൃഷിയിടമാക്കി മാറ്റുന്നതിൽ കർഷകന്റെ താൽപര്യം, ഇടപെടലിന്റെ തോത് എന്നിവ അനുസരിച്ച് ചുരുങ്ങിയത് 6 മാസം മുതൽ ഏതാനും വർഷങ്ങൾ വരെ വേണ്ടിവരും. ചുരുങ്ങിയ കാലയളവിൽ മാറ്റം കൊണ്ടുവരുന്നതിനായി പരമാവധി ജൈവാവശിഷ്ടങ്ങൾ ശേഖരിച്ച് കൃഷിയിടത്തിൽ തുടർച്ചയായി നിക്ഷേപിച്ചു കൊണ്ടിരിക്കണം. വൃക്ഷങ്ങളുടെ ഇലകളും അവശിഷ്ടങ്ങളും കൂടിയ അളവിൽ ചേർക്കുവാൻ ശ്രമിക്കണം. ഒപ്പം കൃഷിയിടത്തിലെ വിളവൈവിധ്യം വർദ്ധിപ്പിക്കണം. ആദ്യഘട്ടങ്ങളിൽ വിളവ് എടുക്കാൻ ശ്രമിക്കാതെയും സൂര്യപ്രകാശത്തെ പിടിച്ച് മണ്ണിൽ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തിൽ പരമാവധി വിളകൾ വളർത്താൻ ശ്രമിക്കണം. ഈ സമയം ചില പോഷക ന്യൂനതകൾ ചെടികളിൽ കണ്ടേക്കാം. അത് പരിഹരിക്കാനായി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. വീണ്ടും വീണ്ടും വിത്ത് നടുകയോ വിതക്കുകയോ ചെയ്യുന്നതൊഴികെ കൃഷിയിടത്തിൽ അതിനോട് ചേർന്ന് നാട്ടിൽ വളരുന്ന പച്ചില വളമരങ്ങൾ, ശീമക്കൊന്ന, കര, പൊങ്ങം തുടങ്ങിയവ നട്ടുപിടിപ്പിക്കണം. കൃഷിയിടത്തിലെ വൃക്ഷങ്ങളായ മാവ്, പ്ലാവ് തുടങ്ങിയവയുടെ കൊമ്പും കോതൽ നിർവഹിച്ച് ഇലകളും ശിഖരങ്ങളും കൃഷിയിടത്തിൽ തന്നെ നിക്ഷേപിക്കണം. ഇനി മറ്റൊരു സംശയം, പ്രകൃതി കൃഷിയിൽ നാടൻ പശു നിർബന്ധമാണോ എന്നുള്ളതാണ്. പ്രകൃതി കൃഷിയിൽ നാടൻ പശുക്കൾ തന്നെയാണ് അഭികാമ്യം. ഓരോ കർഷകനും ആദ്യഘട്ടത്തിൽ ഇല്ലെങ്കിലും ഉൽപാദനോപാധികൾ ഉണ്ടാക്കാൻ ആവശ്യമായ ചാണകം, ഗോമൂത്രം, പാല്, മോര്, തൈര്, നെയ്യ് എന്നിവ ലഭിക്കുന്നത് നാടൻ പശു സമീപത്തിൽ ലഭ്യമായിരിക്കണം. കർഷക ഗ്രൂപ്പുകൾക്ക് നാടൻ പശുവിനെ സംരക്ഷിച്ച് ഗ്രൂപ്പ് അംഗങ്ങൾക്ക് ഉൽപാദനോപാധികൾ നിർമ്മിച്ച് നൽകാവുന്നതാണ്. സാധാരണയായി കണ്ടുവരുന്ന മറ്റൊരു സംശയമാണ് പ്രകൃതി കൃഷിയിൽ മണ്ണിൽ കുമ്മായം ചേർക്കാവോ എന്നുള്ളത്. ഇല്ല എന്നാണ് ഇതിന്റെ ഉത്തരം. പൊടിച്ച പച്ചക്കക്ക, മുട്ടത്തോട് തുടങ്ങിയവ കർഷകർ മണ്ണിൽ ചേർക്കാറുണ്ട്. അവ ഫലപ്രദമാണെങ്കിലും കൃഷിയിടത്തിന് പുറത്തുനിന്നും കൊണ്ടുവരുന്നവയായതിനാൽ പ്രകൃതി കൃഷിയിൽ ശുപാർശ ചെയ്യപ്പെടുന്നില്ല. അതോടൊപ്പം പുറന്തോടുള്ള ഒച്ചുപോലുള്ള ജീവികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതോടെ pH മൂല്യം ഉയർന്ന് സ്ഥിരത കൈവരിക്കുന്നു. മണ്ണിൽ ജൈവാംശം കൂട്ടുന്നതിനനുസരിച്ച് അമ്ലത്വം കുറഞ്ഞു വരുന്നതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി FACTയിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന രാസവളങ്ങളും അതുപോലെ ജൈവവളങ്ങളെയും പറ്റി പരിചയപ്പെടാം. ഭാരത് NPK 20-20-013 ഫാക്ടിന്റെ സ്വന്തം ഉൽപ്പന്നമായ ഫാക്ടംഫോസ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ ഫാക്ടിൽ നിന്ന് ഭാരത് NPK 20-20-013 ആയി ലഭിക്കുന്നതാണ്. 5 പതിറ്റാണ്ടിലേറെയായി അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ അമ്പലമേട് ഉദ്യോഗമണ്ഡലിൽ വളം നിർമ്മാണശാലയിൽ നിന്ന് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 60% അമോണിയം സൾഫേറ്റിന്റെയും 40% അമോണിയം ഫോസ്ഫേറ്റിന്റെയും രാസ സംയോജനമായ ഈ ഉൽപ്പന്നം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ് എന്നീ 2 പ്രധാന പോഷകങ്ങൾ 20% വീതം നൽകുന്നു. കൂടാതെ ഇന്ത്യൻ മണ്ണിൽ നിർണായക മൂലകമായ സൾഫറും 13% വീതം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗുണനിലവാരവും വിളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നു. നൈട്രജനും ഫോസ്ഫറസും രാസപരമായി കലർന്നതിനാൽ സമീകൃത പോഷണവും ഉപയോഗക്ഷമതയും വർദ്ധിക്കും. ഉൽപ്പന്നത്തിൽ ലഭ്യമാകുന്ന നൈട്രജൻ മൂലകം അമോണിയക്കൽ രൂപത്തിനായതിനാൽ ബാഷ്പീകരണം വഴി ഉണ്ടാകുന്ന പോഷകനഷ്ടം കുറയ്ക്കുകയും ഫോസ്ഫറസ് മൂലകം വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ വേരുകൾക്ക് പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗീകരണം ചെയ്യുവാനും സാധിക്കുന്നു. ഫാക്ടംഫോസ് അടിവളമായും മേൽവളമായും ഉപയോഗിക്കാം. ഭാരത് NPK 20.5-00-23 ഫാക്ട് അമോണിയം സൾഫേറ്റ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ FACTയിൽ നിന്ന് ഭാരത് NPK 20.5-00-23 എന്ന പേരിൽ ലഭ്യമാണ്. 6 പതിറ്റാണ്ടിലേറെയായി FACTയുടെ അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ ഉദ്യോഗമണ്ഡലിൽ നിന്നാണ് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉൽപ്പന്നത്തിൽ 20.5% നൈട്രജനും 23% സൾഫറും അടങ്ങിയിരിക്കുന്നു. നൈട്രജനും സൾഫറും ചേർന്ന രാസമിശ്രിതമായ ഈ ഉൽപ്പന്നം ചെടികൾക്ക് ലഭിക്കുന്ന പോഷകങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വളത്തിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മൂലകം വിളകളുടെ വിളവും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. കൂടാതെ സൾഫർ കീടങ്ങളെയും രോഗങ്ങളെയും വിളകളെ ബാധിക്കാതെ പ്രതിരോധിക്കുന്നു. നെല്ല്, വാഴ, കരിമ്പ്, പച്ചക്കറികൾ, കാപ്പി, തേയില, കുരുമുളക് തുടങ്ങിയ തോട്ടവിളകൾക്ക് അനുയോജ്യമായ വളമാണ് ഈ ഉൽപ്പന്നം. ഭാരത് NPK 20.5-00-23 വസ്തുതയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അമോണിയക്ക് രൂപത്തിനായതിനാൽ മണ്ണിൽ നിന്ന് ഒലിച്ചു പോകാതെയും ബാഷ്പീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. അമോണിയം സൾഫേറ്റ് ഈർപ്പം ആഗീകരണം ചെയ്യുന്നില്ല, ആയതിനാൽ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഭാരത് NPK 15-15-15 FACT NPK 15-15-15 എന്ന അളവിൽ
നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ 3 പ്രധാന പോഷകങ്ങൾ 15% വീതം തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്നു. NPK 15-15-15ന്റെ പ്രയോഗം മൂലം വിളകളുടെ വളർച്ച, വേര് വികസനം, മെച്ചപ്പെട്ട വിളവ് എന്നിവ വർദ്ധിപ്പിക്കുന്നു. നൈട്രജൻ വിളകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വേരുകളുടെ വികസനം വർദ്ധിപ്പിക്കുവാനും പൊട്ടാസ്യം രോഗപ്രതിരോധത്തിനും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ 3 പോഷകങ്ങളും മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വിളവ് ഉറപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ വളങ്ങൾ ചെറിയ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ അടുക്കള തോട്ടങ്ങൾക്ക് അനുയോജ്യമാണ്. ഈ വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. FACTയിൽ നിന്നും ഭാരത് MOP. FACT MOPയിൽ 60% പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് പൊട്ടാഷ്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാനും നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അസന്തുലിത അവസ്ഥ പരിഹരിക്കാനും വരൾച്ചയിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാനും പൊട്ടാഷ് സഹായിക്കുന്നു. ധാന്യങ്ങളുടെ വലിപ്പവും വിളവിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. നിലക്കടല, സൂര്യകാന്തി തുടങ്ങിയ എണ്ണക്കുരുക്കളിൽ എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. പൊട്ടാഷ് വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ടാന മുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. വാഴ, നെല്ല്, കരിമ്പ്, പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ വിളകൾക്കും പൊട്ടാസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഫാക്ട് ഓർഗാനിക് എന്നത് FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു പ്രകൃതിദത്ത ജൈവവളമാണ്. ഫാക്ട് ഓർഗാനിക് മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി തുടങ്ങിയവയെ മെച്ചപ്പെടുത്തുന്നു. ഈ ജൈവവളത്തിൽ 12% ഓർഗാനിക് കാർബണും ചെറിയ അളവിൽ NPKയും അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ മൂലകങ്ങളും കൂടാതെ ഇരുമ്പ്, സിങ്ക്, ബോറോൺ തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങളും ചെറിയ അളവിൽ നൽകുന്നു. ഫാക്ട് ഓർഗാനിക് എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം മണ്ണിരയുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടാകുന്നു. കൂടാതെ മണ്ണിൽ വായുസഞ്ചാരം വർദ്ധിക്കുന്നു. അമ്ലാവസ്ഥയും ക്ഷാരാവസ്ഥയും പോലുള്ള അസാധാരണ അവസ്ഥകളിൽ നിന്ന് മണ്ണിന്റെ pHനെ ഫാക്ട് ഓർഗാനിക് നിയന്ത്രിക്കുന്നു. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തുകയും ഉൽപാദനക്ഷമത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് ഓർഗാനിക് പ്ലസ് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു കോഴി അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് ഓർഗാനിക് പ്ലസ്. കൂടാതെ ഈ ജൈവവളം FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്തതാണ്. ഓർഗാനിക് പ്ലസ് മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും ജലം നിർത്താനുള്ള ശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഇത് മണ്ണിന്റെ വൻതോതിലുള്ള സാന്ദ്രത കുറയ്ക്കുകയും അതുവഴി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് പ്ലസിൽ 14% ഓർഗാനിക് കാർബണും 0.5% NPKയും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓർഗാനിക് പ്ലസ് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് പ്രോം ഫോസ്ഫറസ് റിച്ച് ഓർഗാനിക് മാനുവർ ഭാരത സർക്കാരിന്റെ PM പ്രണാം എന്ന സംരംഭത്തിന് കീഴിൽ FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് വിപണനം ചെയ്യുന്ന ജൈവ അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് പ്രോം. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഉയർന്ന ഗുണമേന്മയും ആവശ്യമായ പോഷകങ്ങൾ മണ്ണിലേക്ക് സാവധാനത്തിൽ പുറത്തുവിടുന്നതുമായ ഈ ജൈവവളം മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നതിന് ഏറെ സഹായകരമാകുന്നു. ഇതിൽ P2O5 ആയി 8% ഫോസ്ഫറസ് കൂടാതെ ചെറിയ അളവിൽ നൈട്രജൻ, പൊട്ടാഷ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. പ്രോം എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. പ്രോമിന്റെ പ്രയോഗം മൂലം മണ്ണിന്റെ ഓർഗാനിക് കാർബണിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും മണ്ണിന്റെ സുഷിരതയും ജലാംശം നിലനിർത്താനുള്ള ശേഷിയും മെച്ചപ്പെടുത്തുന്നു. ഇപ്രകാരം പ്രോം ഒരു മണ്ണ് കണ്ടീഷണറായും പ്രവർത്തിക്കുന്നു. ഫാക്ട് FOM ഫെർമെന്റഡ് ഓർഗാനിക് മാനുവർ ഫാക്ട് FOM പരിസ്ഥിതി സൗഹൃദവും മണ്ണിൽ ദീർഘകാലം നിലനിൽക്കുന്നതുമായ പ്രകൃതിദത്ത ജൈവവളമാണ്. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഫാക്ട് FOMൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കുറഞ്ഞത് 1 മുതൽ 2% വീതവും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. മണ്ണിന്റെ ഘടനയെ പരിപോഷിപ്പിക്കുകയും ചെടികൾക്ക് പോഷക ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന FOM ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. പ്രോം എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് PDM പൊട്ടാഷ് ഡിറൈവ്ഡ് ഫ്രം മൊളാസസ് പൊട്ടാഷിന്റെ സ്വാഭാവിക ഉറവിടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജൈവവളമാണ് ഫാക്ട് PDM. കരിമ്പ് പിഴിഞ്ഞു കെട്ടുന്ന ശർക്കരപ്പാവിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഈ ജൈവവളത്തിൽ 14%
പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. ഈ ജൈവവളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ചെറിയ അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ കൂടാതെ ചെറിയ അളവിൽ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. PDM ഉപയോഗിക്കുന്നത് മൂലം ചെടികളിലെ സസ്യ ഹോർമോണുകളെ ഉണർത്തി വിളകളുടെ അഭിവൃദ്ധിക്കും അതിനോടൊപ്പം തന്നെ മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി, മണ്ണിന്റെ ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മണ്ണിൽ ഒരിക്കൽ പ്രയോഗിച്ചാൽ സൂക്ഷ്മാണുക്കൾ പെരുകി മണ്ണിന്റെ ഫലഭൂഷ്ടിയും ഇതിനോടൊപ്പം വർദ്ധിപ്പിക്കുന്നു. ജൈവകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വളമാണ് PDM. എല്ലാ വിളകൾക്കും എല്ലാ മണ്ണിനും വിളകളുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നതിന് PDM അത്യുത്തമമാണ്. ഫാക്ട് DAP പറ്റി നമുക്ക് പരിചയപ്പെടാം. DAP ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. ഇത് പ്രധാനമായും 2 പോഷകങ്ങൾ അടങ്ങിയ വളമാണ്, ഫോസ്ഫറസും നൈട്രജനും. ഇത് ചെടികളുടെ വളർച്ചയ്ക്കും വേരുകൾക്കും ബലം നൽകുന്നതിനും സഹായിക്കുന്നു. മാത്രമല്ല വിളകളിൽ പ്രോട്ടീൻ ഉൽപാദനത്തെയും ക്ലോറോഫിൽ രൂപീകരണത്തെയും ഇത് സ്വാധീനിക്കുന്നു. അടുത്തതായി DAP ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിളവ് വർധനവ്. മണ്ണിൽ ശരിയായ പോഷകങ്ങളും ധാതുക്കളും ഇല്ലാത്ത പ്രദേശങ്ങൾക്ക് DAP വളങ്ങൾ അത്യാവശ്യമാണ്. പോഷകങ്ങൾ ആഗിരണം ചെയ്യാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നത് വിളവ് ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് അറിയപ്പെടുന്നു. മെച്ചപ്പെട്ട സസ്യവളർച്ച. ചെടികളുടെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ അവശ്യ പോഷകങ്ങൾ നൽകിക്കൊണ്ട് സസ്യവളർച്ച വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ സാന്ദ്രീകൃത ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വളം സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഉയർന്ന പ്രതിപ്രവർത്തന ശേഷിയുള്ള സംയുക്തം. DAP വളരെ പ്രതിപ്രവർത്തനക്ഷമമായ ഒരു സംയുക്തമാണ്. വെള്ളത്തിൽ വേഗം ലയിക്കുന്നു. സസ്യങ്ങളുടെ വേരുകളിലൂടെ ആഗിരണം ചെയ്യാൻ ഇത് എളുപ്പത്തിൽ ലഭ്യമാണ്. മെച്ചപ്പെട്ട വേര് വികസനം. സസ്യവളർച്ചയ്ക്ക് പ്രധാനമായ ശക്തമായ വേരുകളുടെ വികാസത്തിന് ഫോസ്ഫേറ്റ് അയോൺ അടങ്ങിയ ഫോസ്ഫറസ് അത്യാവശ്യമാണ്. കൂടാതെ ഈ ശക്തമായ വേരുകൾ വളർച്ചയും മറ്റു പരുക്കൻ ജലസാഹചര്യങ്ങളെയും നേരിടാൻ ചെടിയെ സഹായിക്കുന്നു. വരൾച്ചയും മറ്റു പരുക്കൻ ജലസാഹചര്യങ്ങളെയും നേരിടാൻ ഒരു ചെടിയെ സഹായിക്കുന്നു. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ്. സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോസ്ഫറസ്, കാൽഷ്യം, സൾഫർ തുടങ്ങിയ പോഷകങ്ങൾ നൽകുന്നത് ഉൾപ്പെടെ നിരവധി ഗുണങ്ങൾ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് വാഗ്ദാനം ചെയ്യുന്നു. അസിഡിറ്റി കുറയ്ക്കുകയും ഘടന മെച്ചപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ചെലവ് കുറഞ്ഞതും എളുപ്പത്തിൽ ലഭ്യമായതുമായ വളസ്രോതസ്സാണിത്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരായ വിളകളുടെ ഗുണനിലവാരം, വിളവ് പ്രതിരോധം എന്നിവ വർദ്ധിപ്പിക്കുന്നു. എണ്ണക്കുരുക്കൾ, പയർവർഗ്ഗങ്ങൾ, കരിമ്പ് എന്നിവയ്ക്ക് ഇത് പ്രത്യേകിച്ചും ഗുണം ചെയ്യും. കാരണം ഇത് എണ്ണയുടെയും പ്രോട്ടീന്റെയും അളവ് വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോസ്ഫറസ്, കാൽഷ്യം, സൾഫർ എന്നിവ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ നിന്ന് ലഭിക്കുന്നു. ഇവ വേരുകളുടെ വികസനത്തിനും വേരുകളുടെ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വെള്ളത്തിന്റെയും പോഷകങ്ങളുടെയും ആഗിരണം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 16% ഫോസ്ഫറസ്, ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 16% ഫോസ്ഫേറ്റ് അടങ്ങിയിരിക്കുന്നു. ഇത് വേരുകളുടെ വളർച്ചയ്ക്കും സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തിനും കൂടുതൽ അനുയോജ്യമാകുന്നു. ഇവ മണ്ണിന്റെ ഘടനയെ മെച്ചപ്പെടുത്തുകയും അവ നിലനിർത്താനും വായു സഞ്ചാരവും ജല നിലനിർത്തലും മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. സൾഫറിന് സസ്യങ്ങളുടെ മറ്റു പോഷകങ്ങളുടെ പ്രത്യേകിച്ച് നൈട്രജന്റെ ഉപയോഗം മെച്ചപ്പെടുത്താൻ കഴിയും. ഫാക്ട് ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ്. ഉയർന്ന ഫോസ്ഫറസ് സാന്ദ്രത, വേഗത്തിൽ സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്നതിനുള്ള വെള്ളത്തിൽ ലയിക്കുന്നതിന്റെ വേഗത, കാൽഷ്യത്തിന്റെ ഉറവിടം തുടങ്ങിയ ഗുണങ്ങൾ ഉള്ളതിനാൽ ഇവ മറ്റു വളങ്ങളെക്കാൾ വ്യത്യസ്തമായി നിൽക്കുന്നു. ഇത് ശക്തമായ വേരുകളുടെ വികസനം പ്രോത്സാഹിപ്പിക്കുകയും വിളയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും വരൾച്ചയ്ക്കും തണുപ്പിനും സസ്യപ്രതിരോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് വൈവിധ്യമാർന്നതും മറ്റു വളങ്ങളുമായി കലർത്താൻ കഴിയുന്നതുമാണ്. ഇത് വിവിധ വിളകൾക്കും മണ്ണിനും അനുയോജ്യമാവുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 46% ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നതാണ്. ഇത് മണ്ണിലേക്ക് ഈ സുപ്രധാന പോഷകം എത്തിക്കുന്നതിനുള്ള കാര്യക്ഷമമായ മാർഗമായി മാറുന്നു. TSPയിൽ 90% കൂടുതൽ ഫോസ്ഫറസ് വെള്ളത്തിൽ ലയിക്കുന്നതാണ്. അതായത് ഇത് വേഗത്തിൽ ലയിക്കുകയും സസ്യങ്ങളുടെ ആഗിരണം എളുപ്പമാക്കുകയും ചെയ്യുന്നു. വേരുകളുടെ വളർച്ച വർദ്ധിപ്പിക്കുന്നു. ശക്തവും ഊർജ്ജസ്വലവുമായ ഒരു വേര് സിസ്റ്റം വികസിപ്പിക്കുന്നതിന് ഇത് നിർണായകമാണ്. ഇത് ഒരു ചെടിയുടെ വെള്ളവും പോഷകങ്ങളും ആഗിരണം ചെയ്യാനുള്ള കഴിവിന് അത്യാവശ്യമാണ്. വിളവ് മെച്ചപ്പെടുത്തുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ നിന്നുള്ള മതിയായ ഫോസ്ഫറസ് മികച്ച പൂവിടൽ, കായ്ക്കൽ, ധാന്യ രൂപീകരണം എന്നിവയിലേക്ക് നയിക്കുന്നു. ഇവ സസ്യപ്രതിരോധത്തെയും വർദ്ധിപ്പിക്കുന്നു. വരൾച്ച, മരവിപ്പിക്കുന്ന താപനില
തുടങ്ങിയ സമ്മർദ്ദങ്ങളെ കൂടുതൽ പ്രതിരോധിക്കാൻ TSP സസ്യങ്ങളെ സഹായിക്കും. ഫോസ്ഫറസിന് പുറമെ ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ കാൽഷ്യവും അടങ്ങിയിരിക്കുന്നു. ഇത് സസ്യങ്ങൾക്ക് ഒരു അധിക ഗുണം നൽകുന്ന പോഷകമാണ്. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ധാന്യങ്ങൾക്ക്, പഴങ്ങൾക്കും, പച്ചക്കറികൾക്കും എന്നിവയുൾപ്പെടെ വിവിധ വിളകൾക്ക് അനുയോജ്യമാണ്. ഇവ എളുപ്പത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ഇവ ന്യൂട്രൽ, അസിഡിറ്റി എന്നിവയുള്ള മണ്ണിനും ഫലപ്രദമായി ഉപയോഗിക്കാം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഇതോടെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. FECT കാർഷികം വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാവർക്കും നമസ്കാരം. FECT കാർഷികം.